വെറും 5 വർഷം നീണ്ട ഇന്ത്യൻ ജേഴ്സിയിലുള്ള കരിയർ. കൂറ്റനടികളിലൂടെ ഗ്രൗണ്ടിന്റെ എല്ലാ കോണുകളിലേക്കും ഷോട്ടുകൾ പറത്തിയ താരം ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാകുന്നു. 2020 വേൾഡ് കപ്പ്, ഏഷ്യ കപ്പ് എന്നീ 2 മേജർ ട്രോഫികൾ എടുത്തു നൽകുന്നു. വേൾഡ് കപ്പ് നേട്ടത്തിന് ശേഷം പിന്നെ ഒരു കളി പോലും കളിക്കാതെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാകുന്നു. അതെ, അയാൾ എവിടെ നിന്നോ വന്ന് കിട്ടിയ അവസരങ്ങളെല്ലാം പക്വതയോടെ ടീമിനെ നയിച്ച് എങ്ങോട്ടോ മടങ്ങിപ്പോയി എന്ന് പറയുന്നത് പോലെ. ഇത് സൂര്യകുമാർ യാദവിന്റെ കഥയാണ്. ഇനി വിരമിക്കലാണോ സൂര്യയുടെ മുന്നിലുള്ള വഴി? എന്തുകൊണ്ടായിരിക്കാം ക്യാപ്റ്റൻസി നഷ്ടമായത്? ടീമിൽ പോലും ഇല്ലാതിരുന്ന താരം ക്യാപ്റ്റനായി മാറിയത് എങ്ങനെ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറഞ്ഞോളൂ. ഇന്ത്യൻ 2020 ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ അഴിച്ചുപണികളാണ്. ലോകകപ്പ് നേടി മാസങ്ങൾക്കകം തന്നെ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവിനെ മാറ്റിയിരിക്കുകയാണ്. പകരം വരുന്നത് IPL തന്നെ തന്റെ ക്യാപ്റ്റൻസി മികവ് തെളിയിച്ച താരം ശ്രേയസ് അയ്യർ. സൂര്യയ്ക്ക് പകരം എന്തുകൊണ്ട് ശ്രേയസ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കൊന്ന് നോക്കാം. ബാറ്റിംഗിലെ തകർച്ച. തുടക്കകാലങ്ങളിൽ ടീമിനെ തന്റെ ബാറ്റിംഗിലെ അക്രമം കൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ചിരുന്ന സൂര്യയുടെ സ്ഥിതി ഇന്ന് അങ്ങനെയല്ല. നായകനെന്ന നിലയിൽ ടീമിന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ബാറ്റിംഗിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നില്ല. കുറച്ചു കാലമായി സൂര്യയുടെ ബാറ്റിൽ നിന്ന് റൺ ഒഴുകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വർഷത്തെ IPL പ്രകടനമെടുത്താൽ തന്നെ 13 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 270 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് നേടാനായത്. ആവറേജ് വെറും 20.76 മാത്രം. ഈ മോശം കണക്കാകാം സൂര്യയുടെ ക്യാപ്റ്റൻസി തെറിപ്പിക്കാനുള്ള ഒരു കാരണം. ലോകകപ്പിലെ മോശം പ്രകടനം. ഇന്ത്യ ലോകകപ്പ് നേടിയെങ്കിലും സൂര്യയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 242 റൺസ് മാത്രമാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ടീം കപ്പടിച്ചെങ്കിലും നായകൻ കൂടിയായ സൂര്യയുടെ ഇന്നിംഗ്സുകൾ വിമർശനത്തിന് ഇടയായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ബാറ്റിംഗിൽ മുന്നിൽ നിന്ന് നയിക്കാനാകാത്ത ക്യാപ്റ്റനെ വേണ്ട എന്ന ചിന്തയാകാം സൂര്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത്. തലമുറ മാറ്റം. പ്രായമാണ് മറ്റൊരു ഘടകം. 30 വയസ്സിൽ ഇന്ത്യൻ ടീമിലെത്തിയ സൂര്യ 35-ാം വയസ്സിൽ പടിയിറങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി. സൂര്യയ്ക്ക് ഇപ്പോൾ 35 വയസ്സായി. വരാനിരിക്കുന്ന മേജർ ടൂർണമെന്റുകളും മത്സരങ്ങളും ലക്ഷ്യമിട്ടാണ് ഇനിയൊരു ക്യാപ്റ്റനെ നോക്കുന്നത്. ഇതും സൂര്യയുടെ ക്യാപ്റ്റൻസി നഷ്ടത്തിന് കാരണമായി. സൂര്യകുമാർ യാദവ് മാറുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ അവരത്തേക്ക് വരുന്നത് ഒരു ഒന്നാന്തരം ലീഡറാണ്, ശ്രേയസ് അയ്യർ. ശ്രേയസിന്റെ കീഴിൽ പുതിയൊരു യുവതരയെ വാർത്തെടുക്കലാണ് ലക്ഷ്യം. നിലവിൽ 31 വയസ്സാണ് ശ്രേയസിന്റെ പ്രായം. പക്വതയോടെയുള്ള ക്യാപ്റ്റൻസി പ്രകടനമാകാൻ താരത്തെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഈ IPL സീസണിൽ ഒരു സെഞ്ചുറി ഉൾപ്പെടെ 498 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ക്യാപ്റ്റൻസി കാര്യം എടുത്താൽ പഞ്ചാബ് പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും സീസണിന്റെ തുടക്കത്തിൽ അവരെ ടേബിൾ ടോപ്പർമാരാക്കാനും ശ്രേയസിന് കഴിഞ്ഞു. ഇതിനു പുറമെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL കിരീടത്തിലേക്ക് നയിച്ച് തന്റെ ക്യാപ്റ്റൻസി മികവ് തെളിയിച്ച താരമാണ് ശ്രേയസ്. യുവതാരങ്ങളെ ഒപ്പം കൂട്ടി ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രേയസിന്റെ കഴിവ് തന്നെയാണ് BCCI ആകർഷിച്ചത്. പഞ്ചാബ് കിങ്സിൽ ഇക്കാര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശ്രേയസിനേക്കാൾ മികച്ചൊരു ചോയ്സ് നിലവിൽ ഇന്ത്യക്കില്ല. നായകസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട സൂര്യകുമാർ ഇനി ടീമിനൊപ്പം തുടരുമോ എന്നതൊരു ചോദ്യമാണ്. എന്നാൽ ഈ കൂറ്റനടിക്കാരനെ ഇന്ത്യക്ക് ഇനിയും ആവശ്യമുണ്ട്. ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ പഴയ 360 ഡിഗ്രി സൂര്യയായി അദ്ദേഹം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻ ആകുന്നതിന് മുന്നേ വരെയുള്ള തീപ്പൊരി പ്രകടനമല്ല ഇപ്പോൾ സൂര്യയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി പ്രഷർ താരത്തിന്റെ പ്രകടനത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ അല്ലാത്ത സൂര്യയെ ഇനി ചിലപ്പോൾ എതിരാളികൾ ഭയക്കേണ്ടി വരും. ആ അഗ്രസീവ് ബാറ്റിംഗ് സൂര്യ തുടർന്നാൽ ബൗളർമാരുടെ കഷ്ടകാലം എന്ന് കരുതിയാൽ മതി. പക്ഷേ മറിച്ചാണെങ്കിലോ അതൊരു ചോദ്യചിഹ്നമായി തുടരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ സൂര്യയെ മാറ്റിയത് ശരിയായ തീരുമാനമാണോ? താഴെ കമന്റ് ചെയ്യൂ.